അസ്സലാമു അലൈക്കും. ബിസ്മില്ല. അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅല ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാബാദ്. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ക്ലാസ് 4 ദുറൂസുൽ ഇസ്ലാം സെക്കൻഡ് പാർട്ട്, അതിലെ രണ്ടാമത്തെ പാഠവും അതിൻ്റെ തദ്രീബാത്തുമാണ്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റിൽ അറിയിക്കുക. നിങ്ങൾക്ക് ഫസ്റ്റ് പാർട്ടിൻ്റെ തദ്രീബാത്ത് വർക്കുകളൊക്കെ വേണമെങ്കിൽ മുന്ന ഷാഹിൽ മദ്രസ വേൾഡ് എന്ന ചാനലിൽ പോയിട്ട് പ്ലേലിസ്റ്റ് സെക്ഷൻ പോയിട്ട് എടുത്ത് അതാത് സബ്ജക്റ്റുകൾ നോക്കാവുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറുകൾ വേണമെങ്കിൽ അതേപോലെ നിങ്ങൾ പ്ലേലിസ്റ്റ് പോയിട്ട് ക്വസ്റ്റ്യൻ പേപ്പറുകൾ എടുത്ത് നോക്കാവുന്നതാണ്. അപ്പൊ നമുക്ക് ഈ പാഠം ഒന്ന് നോക്കാം. അദ്ദറസു സാനി, രണ്ടാമത്തെ പാഠം, മാലുൻ റാബിഹ്. അപ്പൊ ഈ പാഠത്തിൽ എന്താണ് പഠിക്കുന്നത് അതൊന്ന് നമുക്ക് വായിച്ചു നോക്കാം. മദീനയിലെ ധനികരിൽ ഒരാളായിരുന്നു അബൂ ത്വൽഹ റളിയല്ലാഹു അൻഹു. മസ്ജിദുൻ നബവിയുടെ തൊട്ടടുത്തുള്ള ബൈറുഹാ തോട്ടത്തിന്റെ ഉടമയായിരുന്നു അദ്ദേഹം. അദ്ദേഹത്തിന് തന്റെ സമ്പത്തിൽ ഏറ്റവും പ്രിയപ്പെട്ടത് ആ തോട്ടമായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സ്വഹാബികളും ശുദ്ധജലം കുടിക്കാൻ അവിടെ വരുമായിരുന്നു. ലൻ തനാലുൽ ബിർറ ഹത്താ തുൻഫിഖൂ മിമ്മാ തുഹിബ്ബൂൻ, നിങ്ങൾക്കിഷ്ടപ്പെട്ടതിൽ നിന്ന് ദാനം ചെയ്യുന്നതുവരെ നന്മ കരസ്ഥമാക്കാൻ നിങ്ങൾക്ക് സാധിക്കുകയില്ല എന്ന ആയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഓതിയപ്പോൾ അബൂ ത്വൽഹ റളിയല്ലാഹു അൻഹു പറഞ്ഞു, എന്റെ പ്രിയപ്പെട്ട ബൈറുഹാ തോട്ടം അല്ലാഹു തആലയുടെ മാർഗത്തിൽ ഞാൻ ദാനം ചെയ്തിരിക്കുന്നു. അതിന്റെ പ്രതിഫലം എന്റെ നാഥനിൽ നിന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. നബിയെ, തോട്ടം വേണ്ടതുപോലെ കൈകാര്യം ചെയ്യുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ബഹിൻ ബഹിൻ, അത് ലാഭം കിട്ടുന്ന ധനമാണ്. അത് നിങ്ങളുടെ അടുത്ത കുടുംബക്കാർക്കിടയിൽ ഭാഗിക്കുക. അബൂ ത്വൽഹ റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നിർദ്ദേശമനുസരിച്ച് ബൈറുഹാ തോട്ടം കുടുംബങ്ങൾക്ക് ഭാഗിച്ചു നൽകി. അല്ലാഹു തആല സമ്പത്ത് നൽകുന്നത് നമ്മെ പരീക്ഷിക്കാനാണ്. അവൻ തൃപ്തിപ്പെടുന്ന കാര്യങ്ങൾക്ക് ചെലവഴിക്കുന്നവർ പരീക്ഷണത്തിൽ വിജയിക്കും. അല്ലാഹു തആലാക്ക് ഇഷ്ടമില്ലാത്ത മാർഗത്തിൽ ചെലവഴിക്കുന്നവർ പരാജയപ്പെടും. പള്ളി മദ്രസ പരിപാലനം, ദാനധർമ്മങ്ങൾ, കുടിവെള്ളം നൽകൽ, സാന്ത്വന പ്രവർത്തനം തുടങ്ങിയ പൊതു ആവശ്യങ്ങൾക്കും രോഗികളെ ചികിത്സിക്കാനും മറ്റും ചെലവഴിക്കുന്നത് പുണ്യകർമ്മമാണ്. ഇത്തരം നല്ല കാര്യങ്ങൾക്ക് പണം ചെലവഴിക്കുന്നവരെ അല്ലാഹു തആല സഹായിക്കും, ആപത്തുകളിൽ നിന്ന് രക്ഷപ്പെടുത്തും. ദാനം ചെയ്താൽ എന്താണ് ലഭിക്കുക? അഹ്മദ് കബീർ ചോദിച്ചു. ദാനശീലർക്ക് പരലോകത്ത് വലിയ സ്ഥാനമുണ്ട്. അവരുടെ പാപങ്ങൾ പൊറുക്കപ്പെടും, സമ്പത്ത് വർദ്ധിക്കും, ആപത്തുകളിൽ നിന്ന് രക്ഷപ്പെടും, ഇഹലോകത്ത് നിരവധി അനുഗ്രഹങ്ങൾ ലഭിക്കും. ദാനം ചെയ്യുന്നതിലൂടെ അല്ലാഹു തആലയിൽ നിന്നുള്ള പ്രതിഫലം മാത്രമേ ആഗ്രഹിക്കാവൂ. പ്രശസ്തിയോ ഐഹിക നേട്ടങ്ങളോ ആഗ്രഹിക്കാൻ പാടില്ല. ദുരാഗ്രഹങ്ങൾ സ്വതക്കയുടെ പ്രതിഫലം നഷ്ടപ്പെടുത്തും. രഹസ്യമായി ചെയ്യുന്ന സ്വതക്കയ്ക്ക് പ്രതിഫലം കൂടുതലാണ്. പിശുക്ക് ഒരു ദുർഗുണമാണ്. നല്ല കാര്യത്തിൽ നിന്നും പണം ചെലവഴിക്കുന്നതിനെ അത് തടയും. സമ്പത്തിനോടുള്ള ആർത്തി, അല്ലാഹു തആല നൽകുന്നതാണെന്ന ചിന്തയുടെ കുറവ്, ദാരിദ്ര്യഭയം തുടങ്ങിയവ പിശുക്കിന്റെ കാരണങ്ങളിൽ പെട്ടതാണ്. അല്ലാഹുമ്മ അഅ്തി മുൻഫികൻ ഖലഫൻ, അല്ലാഹുമ്മ അഅ്തി മുംസികൻ തലഫ. അതിന്റെ അർത്ഥം നോക്കൂ. അല്ലാഹുവേ, ദാനം നൽകുന്നവർക്ക് നീ പകരം നൽകണമേ, പിശുക്ക് കാണിക്കുന്നവർക്ക് നീ നാശം നൽകണമേ എന്ന് നിത്യവും 2 മലക്കുകൾ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇതോട് കൂടിയിട്ട് ഈ പാഠം കഴിഞ്ഞു. ഈ പാഠത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾ വായിച്ച് മനസ്സിലാക്കുക. ഇനി നോക്കൂ, ഈ പാഠത്തിന്റെ അവസാനത്തിൽ നമുക്കൊരു ബോക്സ് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് നമുക്ക് വായിച്ചു നോക്കാം. ഇത്തക്കുന്നാര വലോ ബിഷിക്കി തമ്രത്തിൻ. അതിന്റെ അർത്ഥം നോക്കൂ, ഒരു കാരക്ക ചിന്തുകൊണ്ടെങ്കിലും നിങ്ങൾ നരകത്തെ സൂക്ഷിക്കുക. അപ്പൊ ഇതിൽ പറഞ്ഞിരിക്കുന്ന അർത്ഥങ്ങളൊക്കെ നിങ്ങൾ നന്നായി പഠിക്കുക. അതൊക്കെ പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുണ്ട്. ഇനി നമുക്ക് ഈ പാഠത്തിന്റെ തദ്രീബാത്ത് നോക്കാം. ഇനി നോക്കൂ, തദ്രീബാത്ത്. തദ്രീബാത്തിലെ ഒന്നാമത്തെ പ്രവർത്തനം നഖ്റഉ വനഫ്ഹം, വായിച്ച് മനസ്സിലാക്കാനുള്ളതാണ്. ഈ പാഠത്തിൽ പറഞ്ഞിരിക്കുന്ന പ്രധാനപ്പെട്ട വാക്കുകളും അതിന്റെ അർത്ഥവും ഇവിടെ കൊടുത്തിട്ടുണ്ട്. നമുക്കതൊന്ന് വായിച്ചു നോക്കാം. മാലുൻ റാബിഹുൻ, അതിന്റെ അർത്ഥം നോക്കൂ, ലാഭം നൽകുന്ന സമ്പത്ത്. അഅ്ത, നൽകി. ബൈറുഹാ, അബൂ ത്വൽഹ റളിയല്ലാഹു അൻഹുവിന്റെ ഉടമസ്ഥതയിൽ മദീനയിലുണ്ടായിരുന്ന മികച്ച ഈത്തപ്പനത്തോട്ടം. ബിർറുൻ,
പുണ്യം, ബഹിൻ ബഹിൻ ബേഷ് ബേഷ്, അസ്വദക ദാനം, ബലാഉൻ പരീക്ഷണം, മുൻഫിക്കുൻ ചെലവഴിക്കുന്നവൻ, അൻഫക ചെലവഴിച്ചു, ഖലഫുൻ അഭിവൃദ്ധി അല്ലെങ്കിൽ പകരം, മുംസിക്കുൻ പിശുക്കൻ, തലഫുൻ നാശം, ഫാസ വിജയിച്ചു, ബുഖുലുൻ പിശുക്ക്, ഖസിറ പരാജയപ്പെട്ടു. ലാ യുഹിബുല്ല അല്ലാഹു തആല ഇഷ്ടപ്പെടുകയില്ല, ഇസ്റാഫുൻ ദൂർത്ത്, ബലിയ ആപത്ത്, സിറുൻ രഹസ്യം, ജഹറുൻ പരസ്യം, ഹിർസുൻ ആർത്തി. ഇനി നോക്കൂ തദ്രീബാത്തിലെ രണ്ടാമത്തെ പ്രവർത്തനം. നുബയ്യിനു സിയാഖ് സന്ദർഭം വ്യക്തമാക്കുക. ബഹിൻ ബഹിൻ ഇത് ആര് ആരോട് എപ്പോൾ പറഞ്ഞു, ആ സന്ദർഭമാണ് നമ്മളിവിടെ എഴുതേണ്ടത്. നമുക്ക് ആ പ്രവർത്തനം നോക്കാം. അതിന്റെ ഉത്തരം ലൻ തനാലുൽ ബിർറ ഹത്താ തുൻഫിഖൂ മിമ്മാ തുഹിബ്ബൂൻ. നിങ്ങൾക്കിഷ്ടപ്പെട്ടതിൽ നിന്ന് ദാനം ചെയ്യുന്നത് വരെ നന്മ കരസ്ഥമാക്കാൻ നിങ്ങൾക്ക് സാധിക്കുകയില്ല എന്ന ആയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഓതിയപ്പോൾ അബൂ ത്വൽഹ റളിയല്ലാഹു അൻഹു പറഞ്ഞു, എന്റെ പ്രിയപ്പെട്ട ബൈറുഹ തോട്ടം അല്ലാഹു തആലയുടെ മാർഗത്തിൽ ഞാൻ ദാനം ചെയ്തിരിക്കുന്നു. അതിന്റെ പ്രതിഫലം എന്റെ നാഥനിൽ നിന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. നബിയെ, തോട്ടം വേണ്ടതുപോലെ കൈകാര്യം ചെയ്യുക. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ബഹിൻ ബഹിൻ അത് ലാഭം കിട്ടുന്ന ധനമാണ്. അത് നിങ്ങളുടെ അടുത്ത കുടുംബക്കാർക്കിടയിൽ ഭാഗിക്കുക. അപ്പൊ ഇതാണ് അവിടുത്തെ സന്ദർഭമായിട്ട് നിങ്ങൾ എഴുതേണ്ടത്. തദ്രീബാത്തിലെ മൂന്നാമത്തെ പ്രവർത്തനം നുജീബ് ഉത്തരം എഴുതാനുള്ളതാണ്. 1. അല്ലാഹു തആല നമുക്ക് സമ്പത്ത് നൽകിയത് എന്തിനാണ്? അതിന്റെ ഉത്തരം നോക്കൂ. അല്ലാഹു തആല നമുക്ക് സമ്പത്ത് നൽകുന്നത് നമ്മെ പരീക്ഷിക്കാനാണ്. അവൻ തൃപ്തിപ്പെടുന്ന കാര്യങ്ങൾക്ക് ചെലവഴിക്കാനാണ്. രണ്ടാമത്തെ ചോദ്യം, സമ്പത്ത് ചെലവഴിക്കാൻ പാടില്ല, എങ്ങനെയെല്ലാം? ഉത്തരം, സമ്പത്ത് അല്ലാഹു തആലാക്ക് ഇഷ്ടമില്ലാത്ത മാർഗത്തിൽ ചെലവഴിക്കാൻ പാടില്ല. മൂന്നാമത്തെ ചോദ്യം, ദാനധർമ്മങ്ങൾ നൽകേണ്ട പ്രധാനപ്പെട്ട 5 കാര്യങ്ങൾ എഴുതുക. അതിന്റെ ഉത്തരം, പള്ളി മദ്രസ പരിപാലനം, കുടിവെള്ളം നൽകൽ, സാന്ത്വന പ്രവർത്തനം, രോഗചികിത്സാ സഹായം, പാവപ്പെട്ട പെൺകുട്ടികളുടെ വിവാഹം തുടങ്ങിയവ. നാലാമത്തെ ചോദ്യം, അബൂ ത്വൽഹ റളിയല്ലാഹു അൻഹുവിന്റെ തോട്ടത്തിന്റെ പേരെന്ത്? ഉത്തരം ബൈറുഹ. 5. എപ്പോഴാണ് അബൂ ത്വൽഹ റളിയല്ലാഹു അൻഹു തന്റെ തോട്ടം സംഭാവന നൽകിയത്? അതിന്റെ ഉത്തരം നോക്കൂ. ലൻ തനാലുൽ ബിർറ ഹത്താ തുൻഫിഖൂ മിമ്മാ തുഹിബ്ബൂൻ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതിൽ നിന്ന് ദാനം ചെയ്യുന്നതുവരെ നന്മ കരസ്ഥമാക്കാൻ നിങ്ങൾക്ക് സാധിക്കുകയില്ല എന്ന ആയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഓതിയപ്പോഴായിരുന്നു. തദ്രീബാത്തിലെ നാലാമത്തെ പ്രവർത്തനം തഹ്സീസ് അസൈൻമെന്റ് ചെയ്യാനുള്ളതാണ്. നിങ്ങൾ ദാനധർമ്മങ്ങൾ ചെയ്യാറുണ്ടോ? അനുഭവം എഴുതുക. ഇവിടെ നിങ്ങൾ ഓരോരുത്തരും അവരവരുടെ അനുഭവങ്ങൾ എഴുതാനായിട്ട് ശ്രദ്ധിക്കുക. ഓരോരുത്തർക്കും വ്യത്യസ്ത അനുഭവങ്ങളാണ് ഉണ്ടാവുക. അപ്പോൾ അത് കൃത്യമായിട്ട് നിങ്ങൾ ഇവിടെ എഴുതാൻ നോക്കുക. ഇതോട് കൂടിയിട്ട് ഈ പാഠവും ഈ പാഠത്തിന്റെ തദ്രീബാത്ത് വർക്കുകളും കഴിഞ്ഞു. നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെടുമെന്ന് വിചാരിക്കുന്നു. ഇൻഷാ അല്ലാഹ് അടുത്തൊരു സബ്ജക്റ്റുമായി വീണ്ടും കാണാം. എല്ലാവർക്കും ഒരിക്കൽ കൂടി അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.